നിത്യജീവിതത്തിൽ കരളിൻ്റെ ആരോഗ്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കരളിനെ നശിപ്പിക്കുന്ന ധാരാളം ഭക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന 3 ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ആദ്യത്തെ ഭക്ഷണം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഫുഡാണ് പൊറോട്ട. കരളിനെ നശിപ്പിക്കുന്ന അപകടകാരിയായ ഒരു ഭക്ഷണമാണ് പൊറോട്ട. കാർബോഹൈഡ്രേറ്റ് ആണ് പൊറോട്ടയിലെ പ്രധാന ഘടകം, അതായത് അന്നജം. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ആട്ട, ഗോതമ്പിൽ തന്നെ ഉള്ള ഫൈബറിനെ എല്ലാം മാറ്റി ആണ് പൊറോട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നത്. അതുമാത്രമല്ല, ഈ ഫൈബർ ഇല്ലാത്ത ഗോതമ്പിൽ അലോക്സൻ എന്ന കെമിക്കൽ കൂടി ചേർത്ത് ബ്ലീച്ച് ചെയ്യുന്നു. അലോക്സൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം ആണ്. ഇതിൻ്റെ കൂടെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ധാരാളം എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. അടുത്തത് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ ഫുഡ് ഏതാണെന്ന് വെച്ചാൽ റെഡ് മീറ്റ്. പൊറോട്ടയുടെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് വളരെ ദോഷകരമാണ് കരളിന്. റെഡ് മീറ്റ് കഴിയുന്നത് ഇതിൻ്റെ എല്ലാം ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡാണ്. അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മൂന്നാമത്തെ ഫുഡ് ഏതാണെന്ന് നോക്കാം. അത് മധുര പലഹാരങ്ങളാണ്. നമ്മൾ മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരം അതിനെ കൊഴുപ്പാക്കി മാറ്റുന്നുണ്ട്. ഇത് കരളിനെ സാരമായി ബാധിക്കും. പഞ്ചസാരയുടെ ഉപയോഗവും കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്. ഒട്ടും ശരീരത്തിന് നല്ലതല്ലാത്തൊരു ഫുഡാണ് പഞ്ചസാര. അങ്ങനെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ഈ ആഹാരങ്ങളെല്ലാം അമിതമായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മദ്യപാനവും കരളിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ട്. ഇനി കരളിൻ്റെ ആരോഗ്യത്തിനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. ദിവസം 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കാതിരിക്കുക. ഡോക്ടർ പറയുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക. അനാവശ്യമായിട്ടുള്ള മെഡിസിൻ എല്ലാം ഒഴിവാക്കുക. അതുപോലെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. അത് നല്ലതാണ്. എല്ലാ ദിവസവും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിച്ചു നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.